നിങ്ങൾ ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്. ആ സ്വർഗമാണ് നബി തങ്ങൾ പറയുന്നത്. വഴിയിലൂടെ നടന്നു പോകുന്നവന് പ്രയാസകരമായ അവസ്ഥയിൽ എന്തെങ്കിലും വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ അതെടുത്തു കളയുന്നവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. എന്തിനാണെന്നറിയുമോ? ഒരു പടി കൂടെ കടന്ന് നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ, ഒരു പടി കൂടെ കടിഞ്ഞപ്പുറത്തേക്ക് കടന്ന അള്ളാന്റെ റസൂല് പറയുന്നു, നീ നിന്റെ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ല. അള്ളാന്റെ റസൂല് പറയുകയാ, നിന്റെ പറമ്പില്, നിന്റെ സ്വന്തം പറമ്പില് നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് നിന്റെ വീട് പോലും നീ ഉയർത്തിക്കെട്ടാൻ പാടില്ല. എന്തേ കാരണമെന്നറിയോ? നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പടച്ചവനെ കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമായ നിന്റെ പറമ്പിൽ പോലും നിന്റെ വീട് ഉയർത്തിക്കെട്ടല്ലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എടോ പരിശുദ്ധമായ ദീനങ്ങനാ സഹോദരാ, സ്വന്തം പിതാവിനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമല്ല. അവിടുന്ന് സംഭവിച്ചു പോയടോ നബിതങ്ങളോടുള്ള സ്നേഹം കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ ചീത്ത വിളിക്കുന്നത് കേട്ടപ്പോ അവിടുന്ന് താങ്ങാൻ പറ്റിയില്ല, അവിടുന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം മുത്തുനബിയോട് വല്ലാത്ത സ്നേഹമാണല്ലോ. അതുകൊണ്ട് പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് സലാം മടക്കാതെ വന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സു വേദനിച്ചു. പെങ്ങളെ അബൂബൈദയ്ക്ക് സങ്കടമായി. ചെറുപ്പക്കാരാ, ആ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, അവിടത്തെ കണ്ണൊന്ന് നിറഞ്ഞപ്പോ, അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വരികയാ. നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവിടുന്ന് ഓതുകയാണ്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് ജിബ്രീൽ ഓതി കൊടുക്കുകയാണ്.